പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇഡി റെയ്ഡിനെതിരായ പ്രതിഷേധത്തിൽ കണ്ണൂരിലും കാസർകോടും സിപിഐഎം പ്രവർത്തകർക്കെതിരെ കേസ്. 70-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തത്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഐഎം പ്രവർത്തകരായ 12 പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അതിനിടെ പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂർ പിണറായിയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച 20 സിപിഐഎം പ്രവർത്തകർക്കെതിരെയാണ് കേസ്. സംഘം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ. കോഴിക്കോട് കോട്ടൂളിയിൽ മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉൾപ്പെടെ 57 പേർക്കെതിരെയാണ് കേസ്. ആ റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഗേറ്റിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് നിന്നതിന് എന്നെ ഒന്നാം പ്രതിയാക്കിയും കൊണ്ട് 50 പേരുടെ പേരിൽ കേസെടുത്തിരിക്കുക. ആ രോഷാകുലരായ ജനങ്ങളെ സമാധാനിപ്പിച്ചതിൻ്റെ പറഞ്ഞയച്ചതിൻ്റെ സമ്മാനമായി ഞങ്ങൾ പേരിൽ കേസാണ്. ഇതിനിടെ പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നാണ് ഭീഷണി. ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങള്. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.